എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈശോനി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 24 സങ്കീർത്തനത്തിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഹല്ലേലൂയ, സ്തോത്രം. മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് എന്ന് ഇവിടെ അറിയിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആമേൻ. ഈ രാജാവ് പ്രവേശിക്കേണ്ടതിന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങളൊക്കെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കേണ്ടതിന് കർത്താവെ, ഇന്ന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ ആരാധിക്കേണ്ടതിന് കർത്താവെ, അവിടുത്തെ കൃപ ഇന്ന് വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെ മേലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ, ആത്മാവിൽ ഉണർന്ന് കർത്താവെ, അങ്ങേ പ്രസാദിപ്പിക്കുന്ന മക്കളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനോഹരമായ ശുശ്രൂഷ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൽ ഉണരുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തളർന്നിരിക്കുന്നവരെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവ് തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തോട് വറ്റിച്ചേർന്ന് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമാണെന്ന് പറയേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ, സ്തോത്രം.